നിരപ്പാക്കാതെ നീ വിട്ടുകളയരുത് മോനെ. ഈ ഹദീസ് ഇമാം നബവി തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഫീഹി, ഈ ഹദീസിലുണ്ട് ദലീലുണ്ട്. എന്താണ് ദലീല്? അന്നൽ ഖബറ, നിശ്ചയമായും ഖബർ, ലാ യുർഫഉ, അത് ഉയർത്തപ്പെടാൻ പാടുള്ളതല്ല. റഫ്അൻ കസീറാ, അധികം, വളരെ അധികം ഖബർ ഉയർത്തപ്പെടാൻ പാടുള്ളതല്ല. വലാ യുസന്നമു, ഖബർ ഇങ്ങനെ കൂമ്പാരമായി നിർത്താനും പറ്റൂല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ബൽ, എങ്കിലും യുർഫഉ, ആ ഖബറിനെ ഉയർത്തപ്പെടണം. നഹവ ശിബിരിൻ, ഏകദേശം ഒരു ചാൻ ഉയർത്തപ്പെടണം. അന്ന സുന്നത്ത, നബി ചര്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശറഹ് മുസ്ലിമിൽ ഇമാം നബവി തങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയാണ്, വല തനിയമല്ല, യുസത്തഹു, നിരപ്പാക്കുകയും വേണം. വല യുസന്നമു, തടിപ്പിച്ച് നിർത്തരുത്. വയുസത്തഹു, ഇങ്ങനെ നിരപ്പാക്കണം. ഏകദേശം ഒരു ചാൻ. നഹവ ശിബിരിൻ എന്നാണ് പറഞ്ഞത്, ശിബിറൻ എന്നല്ല പറഞ്ഞത്, നഹവ ശിബിരിൻ എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു ചാൻ. അപ്പൊ എന്ത് ചെയ്യാനും പാടില്ല? അത് ഒരു ചാനിനേക്കാൾ കൂടുതൽ ഉയർത്താൻ പാടില്ല, കൂമ്പാരമാക്കി നിർത്താനും പാടില്ല. ഇതാണ് നബിചര്യ എന്ന് പറഞ്ഞിട്ട് പറയാ, വഹാദാ വഹാദാ ഹുവൽ മദ്ഹബു ലിൽ ഇമാമി ശാഫിഈ വമൻ വാഫഖഹു. ഇതാണ് ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹയുടെ മദ്ഹബ്. ആ ശാഫിഈ ഇമാമിനോട് യോജിക്കുന്നവരുടെയും മദ്ഹബ് ഇതാണെന്ന് വളരെ വ്യക്തമായി ശാഫിഈ പണ്ഡിതനായ രണ്ടാം ശാഫിഈ എന്ന് അറിയപ്പെടുന്ന മഹാനായ ഇമാം നബവി തങ്ങൾ പറയുമ്പോൾ, വളരെ വ്യക്തമായി പറയുമ്പോൾ, ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റൂല. ഏതോ മുസ്ലിയാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഔലിയാക്കളുടെ ഖബർ കെട്ടിപ്പൊക്കുന്നതിന് കുഴപ്പമില്ല, ഔലിയാക്കളുടെ ഖബർ കെട്ടിപ്പൊക്കുന്നതിന് കുഴപ്പമില്ല. ആരാ എഴുതി വെച്ചത്? നബിമാമാണോ? അല്ല, ഏതോ മുസ്ലിയാർ ഏതോ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് പ്രമാണം. ഞങ്ങൾ ശാഫിഈ മദ്ഹബുകാരാണെന്ന് പറയുകയും ചെയ്യുക, ശാഫിഈ മദ്ഹബിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക. സഹോദരന്മാരെ, ഇതേപോലെ തന്നെയാണ് കേട്ടോ. മരിച്ചുപോയ മഹാത്മാക്കളോട് പൊറുക്കലിനെ ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, സ്വർഗം ചോദിക്കാം, നരകവിമോചനം ചോദിക്കാം എന്ന് തന്നെയാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് മഹാത്മാവെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ഇതൊക്കെ